പിന്നെ യോശുവ ജനത്തോട്, നിങ്ങളെ തന്നെ ശുദ്ധീകരിപ്പിൻ, യഹോവ നാളെ നിങ്ങളുടെ ഇടയിൽ അതിശയം പ്രവർത്തിക്കും എന്ന് പറഞ്ഞു. ഒരു ദൈവപ്രവൃത്തി ജീവിതത്തിൽ വെളിപ്പെടണമെന്ന് ആഗ്രഹിക്കുന്നവരാണോ നിങ്ങൾ? ദൈവം പ്രവർത്തിക്കും. തിരുവെഴുത്ത് പറയുന്നു, ദൈവം പ്രവർത്തിക്കുമ്പോൾ ആ പ്രവൃത്തി ഭയങ്കരമായിരിക്കും. ഭയങ്കര കാര്യങ്ങളാൽ നീതിയോടെ ഉത്തരവരുളും. നീതിയുള്ള ഒരു പ്രവൃത്തി. ആർക്കു വേണ്ടിയാണ് ദൈവം അങ്ങനെ നീതിയോടെ പ്രവർത്തിക്കുന്നത്? ദൈവത്തിൻ്റെ പാദപീഠത്തിങ്കൽ ഒരു പ്രവൃത്തിക്ക് വേണ്ടി കണ്ണുനീരോടെ, വിശ്വാസത്തോടെ, ക്ഷമയോടെ ഒക്കെ കാത്തിരുന്ന് പ്രാർത്ഥിക്കുന്നവർക്ക് വേണ്ടിയാണ് നീതിയുള്ള ഒരു പ്രവൃത്തി ദൈവം ചെയ്യാൻ പോകുന്നത്. തിരുവചനം പറയുന്നു, അവൻ നേരുള്ളവൻ, അവൻ എൻ്റെ പാറ, അവനിൽ നീതികേടില്ല എന്ന് കാണിക്കേണ്ടതിന് തന്നെ. ദൈവത്തിൻ്റെ പ്രവൃത്തി ഭയങ്കരമായിരിക്കും. നീയല്ലാതെ ഒരു ദൈവം തന്നെ കാത്തിരിക്കുന്നവർക്ക് വേണ്ടി പ്രവർത്തിക്കുന്നത് പണ്ട് മുതൽ ആരും കണ്ടിട്ടില്ല, കേട്ടിട്ടില്ല, ഗ്രഹിച്ചിട്ടില്ല. നിങ്ങളുടെ ദേശം ഇന്നുവരെ കാണാത്ത പ്രവൃത്തിയായിരിക്കും ദൈവം നിങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കുമ്പോൾ നിങ്ങൾ കാണാൻ പോകുന്നത്. ഇന്ന് പകൽ പരിശുദ്ധാത്മാവ് പറയുന്നു, ഒരു ദൈവപ്രവൃത്തിക്ക് വേണ്ടി കാത്തിരിക്കുന്നവരോട് നിങ്ങളെ തന്നെ ശുദ്ധീകരിപ്പിൻ, യഹോവ നാളെ നിങ്ങളുടെ ഇടയിൽ ഒരതിശയം പ്രവർത്തിക്കും. പ്രിയപ്പെട്ടവരെ, അതൊരു അതിശയമായിരിക്കും. ദൈവം നിങ്ങൾക്ക് വേണ്ടി ഒരു പ്രവൃത്തി ചെയ്യുമ്പോൾ ആ പ്രവൃത്തി അതിശയമായിരിക്കും. ദൈവം പ്രവർത്തിക്കാൻ ദൈവത്തിനൊരാലോചനയുണ്ട്. നിങ്ങളെ തന്നെ ശുദ്ധീകരിപ്പിൻ. പ്രിയപ്പെട്ടവരെ, നമ്മുടെ ദൈവം പരിശുദ്ധനാണ്, വിശുദ്ധിയിൽ ഭയങ്കരനാണ്. ദൈവത്തെ ശുദ്ധീകരണം കൂടാതെ ആർക്കും കാണുവാൻ കഴിയുകയില്ല. ദൈവം പ്രവർത്തിക്കണമെന്ന് ആഗ്രഹിക്കുന്നവർ ഇന്ന് പകൽ ഈ ആലോചന സ്വീകരിക്കണം. ദൈവശബ്ദമാണ്, നിങ്ങളെ തന്നെ ശുദ്ധീകരിപ്പിൻ. എവിടെ ശുദ്ധീകരണം വെളിപ്പെടുന്നുണ്ടോ അവിടെ ദൈവ സാന്നിധ്യമുണ്ട്, അവിടെ ദൈവശബ്ദമുണ്ട്, അവിടെ ഭയങ്കരമായൊരു ദൈവപ്രവൃത്തിയുണ്ട്. അത് ഇന്നാണോ വെളിപ്പെടാൻ പോകുന്നത്? ശുദ്ധീകരണം. ഇന്ന് പകൽ നിങ്ങൾ ശുദ്ധീകരണത്തിന് വേണ്ടി നിങ്ങളെ ഏൽപ്പിച്ചു കൊടുത്താൽ, നിങ്ങളുടെ കുറവുകളെ കണ്ട് ഉണർന്ന് ഏറ്റുപറഞ്ഞ് ഉപേക്ഷിക്കേണ്ടതിന് ഉപേക്ഷിച്ച്, നിരപ്പ് പ്രാപിക്കേണ്ടതിന് നിരപ്പ് പ്രാപിച്ച്, സഹോദരനോട് കോപിക്കുന്നവൻ കൊലപാതകനാണ്. സഹോദരങ്ങളുമായിട്ടുള്ള വിഷയങ്ങളാണെങ്കിൽ അത് നിരപ്പ് പ്രാപിക്കേണ്ടതാണെങ്കിൽ, പറഞ്ഞു തീർക്കേണ്ടതാണെങ്കിൽ, ക്ഷമിക്കേണ്ടതാണെങ്കിൽ, അങ്ങനെ നിങ്ങൾ ക്രമീകരിക്കാൻ തയ്യാറായാൽ, അപ്പോൾ തന്നെ നിങ്ങളുടെ ജീവിതത്തിലുള്ള കുറവുകളാണെങ്കിൽ, രഹസ്യ പാപങ്ങളാണെങ്കിൽ അത് ഏറ്റുപറഞ്ഞ് ഉപേക്ഷിക്കാൻ തയ്യാറായാൽ, പ്രിയപ്പെട്ടവരെ, നിങ്ങളുടെ ജീവിതത്തിൽ ശുദ്ധീകരണത്തിന് ഒരവസരം നൽകിയാൽ, ഇന്ന് പകൽ പരിശുദ്ധാത്മാവ് പറയുന്നു, നാളെ ഒരതിശയം ജീവിതത്തിൽ സംഭവിക്കും. ശുദ്ധീകരണത്തിന് വേണ്ടി നിങ്ങളെ തന്നെ ഏൽപ്പിച്ചു കൊടുത്താൽ, നാളെ ഒരതിശയം ദൈവം നിങ്ങൾക്ക് വേണ്ടി ചെയ്യും. ദൈവം ചെയ്യുമെന്ന്, ദൈവം ചെയ്യുന്നത് അതിശയമായിരിക്കും. വിശ്വാസത്തോടെ ദൈവവചനത്തോട് പ്രതികരിക്കാം. ദൈവം നമ്മെ ഓരോരുത്തരെയും ഈ പകൽ അനുഗ്രഹിക്കുമാറാകട്ടെ. ആമേൻ.